വെറുപ്പിക്കുന്ന ആരായിരിക്കും? അനുമോള്. അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അനുമോളെന്ന് പറയുമ്പം ഒരു കാര്യമില്ലെങ്കിലും കടന്നു ഭയങ്കര കരച്ചിലാണ്. അനീഷാണ് ഫേവറേറ്റ്. ആര്യൻ. ആര്യനെ ഇഷ്ടമാണ്. പുറത്തിട്ട് അടിപൊളി. അനീഷ് ഭയങ്കര വെറുപ്പീരായി പോയി. അനുമോളെ എനിക്ക് ഇഷ്ടമാണ്. വെറുപ്പിക്കുന്ന അനുമോൾ. അനുമോള് ഭയങ്കര വെറുപ്പിലാണ്. ബിഗ് ബോസ് ഒന്നും കാണത്തില്ല. അനുമോളൊന്നും ഇഷ്ടമല്ല. അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അനുമോളെ കാരണം ചോദിച്ചാൽ അനീഷിന്റെ ഫാന. അനീഷിന്റെ കളി നല്ല കളികളൊക്കെ നല്ല. അനുമോള് ഈയിടെയായിട്ടൊരു മോശമായിട്ടാണ്. ആരില്ലോ അതും കുഴപ്പമില്ല. പുറത്തിട്ട് അടിപൊളി. ആര്യനൊന്നും ഇഷ്ടമല്ല. കളിയെ കൊള്ളത്തില്ല. കളിക്കുന്ന രീതി ശരിയല്ല. അനീഷ്. അനുമോളെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വേറൊരു ചെറുക്കനുണ്ടല്ലോ, എന്തുവാ അതിന്റെ പേര്? അല്ലല്ല നെവിൻ. ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. വെറുപ്പിക്കുന്നത് ഒരു എന്തോ അതിന് പേര് എനിക്കറിയത്തില്ല. എനിക്കൊരു എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ചെറുക്കനുണ്ടല്ലോ. അല്ല അനീഷ് നല്ല ഇതാണ്. അനീഷ് കുഴപ്പം. ഷാനവാസ് ഇഷ്ടക്കുറവൊന്നുമില്ല. എന്നാലും കപ്പടിക്കാൻ താല്പര്യമാണ്. അത് അനുമോള ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ നിഷ്കളങ്കതയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഷോയിൽ കണ്ട പോലെ അതുപോലൊക്കെ തന്നെ. അനീഷ് തന്നെ കപ്പുണ്ടോന്ന് തോന്നുന്നു. ഷിയാസ് എടുത്ത് കളഞ്ഞു. ഷിയാസ് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കാണും. വെറുപ്പിക്കുന്ന അനുമോള് ഭയങ്കര. കാരണം എപ്പോഴും പ്ലാച്ചി എടുത്ത് വെച്ചിരിക്കാൻ ഇഷ്ടമില്ല. പിന്നെ ലക്ഷ്മി മസ്താനി പോയതിനു ശേഷം ലക്ഷ്മിക്ക് കുറച്ച് ഇതുണ്ട്. മസ്താനി ഉള്ളപ്പോ ഭയങ്കര ഇതായിരുന്നു ലക്ഷ്മിക്ക്. ഇപ്പൊ പോയതിനു ശേഷം ചെറിയ മാറ്റമുണ്ട്. അനീഷിനെയാണ് നമ്മളെ ഫാമിലി ഫുൾ നമുക്ക് ഇഷ്ടം. അനീഷും ഷാനവാസും. ഇപ്പം ലാലേട്ടൻ വന്ന് പറഞ്ഞല്ലോ മനസ്സ് തുറന്നു കൊടുക്ക. അതിനുശേഷം ഇപ്പം ഭയങ്കര ഇതാ. ജിസേലിനെ അത്ര പോരാ. ഷാനവാസ് കൊള്ളാം. ആര്യനും ജിസേലും അത്ര പോരാ. അനീഷും ഷാനവാസും അനുമോൾ. അനീഷ് പെണ്ണുങ്ങളോടൊന്നും അത്ര അടുപ്പൊന്നും ഇല്ല. അനുമോളെന്ന് പറയുമ്പം ഒരു കാര്യമില്ലെങ്കിലും കടന്നു ഭയങ്കര കരച്ചിലാണ്. ഒരു കാര്യമില്ലാതാണ് കരച്ചിലാണ്. വെറുതെ കരയുന്നതാണ്. ഒരു കാരണവും ഇല്ലാതെ ആരെങ്കിലും വന്നിട്ട് പ്ലാച്ചി എടുത്ത് കളഞ്ഞപ്പം കരഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോള് ഇഷ്ടമാ. വെറുപ്പിക്കുന്നത് വല്ല മുടിയൊക്കെ വളർത്തിയ ഒരാളുണ്ടല്ലോ, പേരങ്ങ് ഇഷ്ടല്ല. അനുമോള് ഇഷ്ടമായോണ്ട് അനീഷിന് ഇഷ്ടമാണ്. വേറെ ആരൊക്കെ ഇഷ്ടം? എനിക്ക് ആര്യൻ. ആര്യനെ ഇഷ്ടമാണ്. ആര്യൻ ഇഷ്ടം എന്താ? കൂളല്ല ഒരു ജിസയിലുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ ഇഷ്ടം. അക്ബറൊക്കെ. അക്ബർ നല്ലതാണ്. പിന്നെ അനുമുള്ള ആ പൊതപ്പിനടിയിലുള്ള വിഷയമൊക്കെ വെറുപ്പിക്കുന്ന അതിനകത്ത് റെന ഉണ്ടായിരുന്നു. റെന ഇപ്പൊ കുഴപ്പം കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് ഈ പ്രാവശ്യത്തെ വിഷയം കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷയം ഭയങ്കര ഇതാണ്. ആരായിരിക്കും വെറുപ്പിക്കുന്നത്?
റെന ഫാത്തിമ ശബ്ദമാണോ? ശബ്ദം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ആര് കപ്പടിക്കണമെന്ന് ആഗ്രഹം? കപ്പടിക്കണമെന്ന് അനീഷ് പൊളിയാണ്. ഗെയിം കളിച്ച് നല്ല ആദ്യം അനീഷിന് ഇഷ്ടമായിരുന്നു. ആദ്യമേ ഇഷ്ടമായിരുന്നു, പിന്നെ പിന്നെ കണ്ട് ഗെയിം കളിക്കുന്നുണ്ടല്ലേ? അക്ബറൊക്കെ അക്ബർ അത്രയ്ക്ക് ഇല്ല, എന്നാലും അനീഷാണ് ഫേവറേറ്റ്. ഉണിയിലെ ഇഷ്യൂ ഒക്കെ വന്നപ്പോ അതൊന്നും ഞാൻ കണ്ടില്ല. ഷാനവാസിനെ കുറിച്ച് കുഴപ്പമില്ല, അനീഷും ഷാനവാസും നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ, താങ്ക് യു. ആരാ ഇഷ്ടം? അനീഷിന് അനീഷിന് ഇഷ്ടം. അനീഷ് നല്ല ഗെയിമറാണ്. അനീഷ് സൈലന്റ് ആയിട്ട് കളിച്ച് മിടുക്കനാവുകയല്ലേ ചെയ്യണത്. അത് നല്ലതാണ്, നല്ല കളിയാണ്. വെറുപ്പിക്കലുണ്ട്, എങ്കിലും കൂടുതൽ അടുപ്പങ്ങൾ ആരെടുത്ത് വെക്കാതെ കാര്യങ്ങൾ മാത്രം മുമ്പോട്ട് പോയി നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ആരായിരിക്കും? നൂറായ ആദിലായി ഇഷ്ടം. അനുമോളെ ഒട്ടും ഇഷ്ടമില്ല. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിലത് പ്രതികരിച്ചല്ലോ. ഷാനവാസ് സൂപ്പർ. അടുത്ത ഷാനവാസ് അവരുടെ കൂട്ടായിട്ട് ഭയങ്കരമാണ്. വെറുപ്പിക്കുന്ന ആരായിരിക്കും? അനുമോൾക്ക് കുത്തിത്തിരിപ്പ്. അനുമോള് ചെറിയൊരു കുലശ്രീ ആയിട്ട് തോന്നി. അനുമോള് എല്ലാവരും കുത്തിത്തിരിപ്പാണ് അനുമോൾ. ഭയങ്കരമായിട്ട്. ലക്ഷ്മി ഇത്തിരി വല്ലാത്തൊരു ഭയങ്കര വെറുപ്പീരായി പോയി. ഭയങ്കര വെറുപ്പിച്ചോണ്ടിരിക്കും. ഇത്ര വെറുപ്പിക്കുന്നത് അനീഷ് അല്ലെങ്കിൽ ഷാനവാസ് ആയിരിക്കും തോന്നുന്നു. അനീഷ് അല്ലെങ്കിൽ അനുമോളായിരിക്കും. അനുമോളുടെ പ്ലാച്ചിയെ കുറിച്ചൊന്നും ഇപ്പൊ വന്ന വൈകാട്ടിൽ വന്ന് രണ്ടുപേരും പ്ലാച്ചി എടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. കളഞ്ഞതിനെ കുറിച്ച് എന്താ? കളഞ്ഞ എന്തിനാണ് അവൾ അതിനെ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കണം? അവിടെ ഒരു കാര്യമില്ല, അത് വെച്ചോണ്ട് നടന്നിട്ടും. ഭയങ്കര അഭിനയായിപ്പോയി. ബിഗ് ബോസിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഷാനവാസ് ആണ്. കാരണം ഷാനവാസ് എന്ന് പറഞ്ഞ മലയാള മനസ്സുകൾ എന്താ പറയാ ഏറ്റെടുത്തൊരു നടനും കൂടെയാണ് രുദ്രൻ. അതായത് കുങ്ങപ്പൂലൂടെ വന്ന് ഷാനവാസ് തന്നെയാണ് ഇഷ്ടം. ഷാനവാസ് തന്നെ വിജയമായിട്ടാണ് കാണാൻ എനിക്ക് ആഗ്രഹം. വെറുപ്പിക്കുന്ന നോക്കുവാണെങ്കിൽ അനീഷ്. പക്ഷെ അവര് അനീഷും ഇവരും ഷാനവാസും അതായിക്കോട്ടെ. പക്ഷെ എനിക്ക് വെറുപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം അനീഷിനാണ്. അനീഷിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. ഒരു എന്താ പറയാ മറ്റുള്ള ഒരു ആൾക്കാരെ പോലെ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം നിറഞ്ഞ ഒരു മൈൻഡിലൂടെ നടന്ന് ആൾക്കാരെ വെറുപ്പിക്കുക. ആദ്യമേ വന്നപ്പോ തൊട്ടുള്ള ഒരു അഹങ്കാരം, അതായത് എന്താ പറയുക, ഞാനാണ് ഈ ബിഗ് ബോസിലെല്ലാം തന്നെ ഒരു അഹങ്കാരമുണ്ട്. ആ അഹങ്കാര മുഖത്ത് കാണിക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നു. ഏതാണ്ട് ഒരു അഹങ്കാരത്തിന്റെ ഒരു ഇതാണ് അനീഷ്. അനിമോള് കുഴപ്പമൊന്നുമില്ല. ഈ മറ്റേ എന്താ പറയാ അങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഇച്ചിരി ജാടിയൊക്കെ ആയിട്ടുള്ള ഇത് അതൊന്നും കുഴപ്പമൊന്നുമില്ല. പ്ലാച്ചി അങ്ങനെയൊന്നും ഇഷ്ടമല്ല. വലിയത് അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം പിന്നെ ആദില നൂറ. അവര് നല്ല സൈലന്റ് ആയിട്ടുള്ള നിന്ന് അതൊക്കെ ചുമ്മാ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ മോശമാണ് പറയുന്നത്. ലാലേട്ടൻ നല്ല ഒരു തിരിച്ചൊരു മറുപടി കൊടുത്തല്ലോ, പാടില്ലായിരുന്നു. പിന്നെ മസ്താനി രേണുസുതിയോട് ഒന്നും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളർഫുൾ ആയിരുന്നു ബിഗ് ബോസ്. ഇഷ്ടപ്പെട്ടില്ല, വേണ്ടതായിരുന്നു കുറച്ചും കൂടെ ഒക്കെ. മസ്താനിയൊക്കെ വേണ്ടതായിരുന്നു, ഒന്നുകൂടെ കളർഫുൾ ആയിരുന്നു ബിഗ് ബോസ് ശരിക്കും. പിന്നെ ശാരിക ചേച്ചി ഇവരൊക്കെ ഒന്ന് വേണ്ടതായിരുന്നു, തിരിച്ചു വരണമെന്നുണ്ട്. ഇപ്പം ചുമ്മാ ഇച്ചൂടും കൂളായിട്ട് വെറുപ്പിക്കുന്നതായിട്ട് അങ്ങനെ ആരും തോന്നുന്നില്ല. കുഴപ്പമില്ല. ആരെ ഇഷ്ടപ്പെട്ടത് ചോദിച്ചാൽ നേരത്തെ കണ്ടറിയാം. രേണുസുതി ആയിരുന്നു, അതെന്തായാലും പോയി കിട്ടി. ഇപ്പൊ അനീഷും അനുമോളും. വെറുപ്പിക്കുന്നതിനായിട്ട് ആര്യൻ മസ്താനി പോയപ്പോ കുറെ ഡാൻസ് കളിച്ചത് അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്റർവ്യൂസ് കാണാറുണ്ടെന്നുള്ളത്, ഹാങ്കർ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് കാണാറുണ്ടോ? കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ള അനീഷോ അനുമോളോ?